Hi students, I am Sindhu. MCOM first സെമിസ്റ്ററിലെ MCA 4 ബിസിനസ് എൻവയോൺമെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന കുറേ കാര്യങ്ങൾ, അതായത് പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു ഫാക്ടറായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ആർ ലിവിങ് ഇൻ ദ സൊസൈറ്റി. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എവിടെയാണ് ലിവ് ചെയ്യുന്നത്? സൊസൈറ്റിയിലാണ്. അപ്പോൾ ഈ എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയല്ല, ഒരേപോലെയല്ല. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അത് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പോകുന്തോറും അതെന്താണ്, മാറ്റങ്ങൾ ഉണ്ടാകാം. എല്ലാവരുടെയും എന്തല്ല, ഒരേപോലെയല്ല. അതേപോലെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകുന്തോറും, അതേപോലെ തന്നെ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുന്തോറും ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചേഞ്ചസ് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഏകദേശം അതേ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. കൾച്ചർ ഈസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ടു ദ ബിസിനസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് to the business and is very critical component to business environment. ഇതെന്താണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കോമ്പോണൻറ്റ് കൂടിയാണ് എന്നാണ് പറയുന്നത്. അതായത് വളരെ സിഗ്നിഫിക്കൻറ്റുമാണ്, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ കോമ്പോണൻറ്റുമാണ്. അപ്പോൾ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൾച്ചറൽ ഡയമെൻഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ കൾച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺ. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരുടെ കൾച്ചർ എന്താണ്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബിസിനസ്സിൽ അത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും റിലേറ്റിംഗ് ടു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതേപോലെ പ്രൊമോഷണൽ എഫേർട്സ്, HRM, മാനേജ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ് അത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഈ കൾച്ചറിനെ കുറിച്ച് വിവിധ പേഴ്സൺസ് വിവിധ തരത്തിലുള്ള ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ E.B. ടൈലർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. കൾച്ചർ ഓഫ് സിവിലൈസേഷൻ ഈസ് ദാറ്റ് കോംപ്ലക്സ് which includes knowledge, belief, art, morals, law, customs and other capabilities and habits acquired by man as a member of society. അതായത് കൾച്ചർ ഓഫ് സിവിലൈസേഷൻ ഈസ് ദാറ്റ് കോംപ്ലക്സ് which includes knowledge, belief, art, morals, law, customs and other capabilities and habits acquired by man as a member of society. അതായത് ഒരു മനുഷ്യൻ ഒരു സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് അയാൾക്ക് എന്തുണ്ടാകും, കുറേ കസ്റ്റംസ് ഉണ്ടായിരിക്കും, കാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും, അയാൾക്ക് കുറേ അയാളുടേതായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ബിലീഫ് ഉണ്ടായിരിക്കും, ആർട്ട്, മോറൽസ്, നോളജ് എക്സെട്ര. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ അടങ്ങുന്നതാണ് കൾച്ചർ എന്നാണ് E.B. ടൈലർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. കൾച്ചർ ഓഫ് സിവിലൈസേഷൻ ഈസ് ദാറ്റ് എ കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റംസ് ആൻഡ് അതർ കാപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്വയർഡ് ബൈ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. അയാൾ സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ അക്വയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ കാര്യങ്ങളെ എല്ലാം കൂടെയാണ് എന്തെന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത് എന്നാണ് E.B. ടൈലർ പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എലമെന്റ്സ് ഓഫ് കൾച്ചർ.
എലമെന്റ്സ് ഓഫ് കൾച്ചർ. അതായത് കൾച്ചറിൻ്റെതായിട്ടുള്ള എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് പറയുന്നത് നോളജ് ആൻഡ് ബിലീഫ്, നോളജ് ആൻഡ് ബിലീഫ്, ഐഡിയൽസ്, പ്രിഫറൻസ്. നോളജ് ആൻഡ് ബിലീഫ്സ്, ഐഡിയൽസ്, അതേപോലെ തന്നെ പ്രിഫറൻസ്. ഈ 3 കാര്യങ്ങൾ അടങ്ങുന്നതാണ് കൾച്ചർ. കൾച്ചർ ഇസ് എ സം ടോട്ടൽ ഓഫ് സൊസൈറ്റി. ഇറ്റ് ഹാസ് 3 എലമെന്റ്സ്. അതിനെ പ്രധാനമായിട്ടും 3 എലമെന്റ്സുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ നോളജ് ആൻഡ് ബിലീഫ്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നോളജ് ആൻഡ് ബിലീഫ്, ഓരോരുത്തരുടെയും നോളജ്, അതേപോലെ തന്നെ ബിലീഫ്. അതെന്താണ്? പല തരത്തിലുള്ള നോളജുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബിലീഫ് ആയിരിക്കാം. ഇപ്പം എല്ലാവരുടെയും ബിലീഫ് എന്ന് പറയുന്നത് ഒരേപോലെ അല്ല. ചിലവരെന്താണ് ഇങ്ങനെയുള്ള മിത്സ്, അതേപോലെ മെറ്റാഫിസിക്കൽ ബിലീഫ്സ് ഉള്ളവരായിരിക്കാം. അറ്റ് ദ സെയിം ടൈം ചിലവരെന്തായിരിക്കാം? സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ചിലതെന്താണ്? ഇതിൽ രണ്ടിലും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പം ദേ ഇൻക്ലൂഡ് മിത്സ്. അപ്പോൾ മിത്സ് എന്ന് പറഞ്ഞാൽ ഐതിഹ്യം എന്നാണ് അർത്ഥം, മിത്സ്. അതേപോലെ തന്നെ മെറ്റാഫിസിക്കൽ ബിലീഫ്സ്, ആധ്യാത്മികമായ, അതേപോലെ തന്നെ മിത്സ് ആസ് വെൽ ആസ് സയന്റിഫിക് റിയാലിറ്റീസ്, ഇതും ഉണ്ടായേക്കാം. അതായത് മിത്സ്, മെറ്റാഫിസിക്കൽ ബിലീഫ്സും, അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ആൾസോ സയന്റിഫിക് റിയാലിറ്റീസും ഉണ്ടായേക്കാം. ചിലവർക്ക് അങ്ങനെയുള്ള പുരാണങ്ങളോ കഥകളോ ഇതിലൊന്നും താല്പര്യമില്ലാതെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നവരും ഉണ്ടാകാം. അതാണ് ഫസ്റ്റ് പോയിന്റ്, നോളജ് ആൻഡ് ബിലീഫ്സ്. സെക്കൻഡ് വൺ, ഐഡിയൽസ്. സെക്കൻഡ് പോയിന്റ്, ഐഡിയൽസ്. ഐഡിയൽ റെഫേഴ്സ് ടു ദ സൊസൈറ്റൽ നോംസ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലെ നോംസുകളെയാണ്, അതായത് കുറേ മാനദണ്ഡങ്ങൾ, അതിനെയാണ് നമ്മൾ ഐഡിയൽസ് എന്ന് പറയുന്നത്. അതായത് ബൈ റിവാർഡിങ് റൈറ്റ് ബിഹേവിയർ ആൻഡ് പനിഷിങ് ദ റോങ് ബിഹേവിയർ. അതായത് ശരിയായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? അതിന് റിവാർഡ് കൊടുക്കുകയും, ഇനി റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്താണ്? പനിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞത് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ നോംസുകളെയാണ് നമ്മൾ ഐഡിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ റിവാർഡിങ് ദ റൈറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പനിഷിംഗ് ദ റോങ് ആക്ടിവിറ്റീസ് ഓർ ബിഹേവിയർ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രിഫറൻസസ്. തേർഡ് പോയിന്റ്, preferences helps to decide those things in life which are attractive or unattractive. അതായത് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ അത് ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. ഈ പ്രിഫറൻസ് എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ എലമെന്റ് സഹായിക്കുന്നു. അതായത് നമ്മൾ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അത് ഏതൊക്കെയാണ് എന്നുള്ളതും, അതെന്താണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെയും സെലക്ട് ചെയ്യുന്നതിന്, അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നതിന് ഏത് സഹായകരമാണ്? പ്രിഫറൻസസ് സഹായകരമാണ്. അപ്പോൾ 3 എലമെന്റ്സ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. ഇതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ബിസിനസ്സിൽ ഒരു തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പാടില്ല. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് വിത്തിൻ ദ കൺട്രി, അതേപോലെ തന്നെ ഫ്രം കൺട്രി ടു കൺട്രി. ഏത് രീതിയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും അതെന്താണ്? വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തത എന്തുകൊണ്ടാണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ സ്ക്രൂട്ടിനൈസിങ് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടുകയുള്ളൂ. നോ ബിസിനസ് ക്യാൻ സർവൈവ് ആൻഡ് ഗ്രോ without social harmony. No business can survive and grow without social harmony. അതായത് നമ്മൾ എന്താണ്, നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഗ്രോ ചെയ്യുന്നതിനും എന്ത് അത്യാവശ്യമാണ്? നമ്മുടെ സമൂഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ് എന്താണ്? ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ
പ്രൊഡക്റ്റിലൂടെ നല്ല നല്ല കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ അടുത്ത് നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമ്മുടെ ബിസിനസ്സിന് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് 3 aspects ഓഫ് ദ കറൻറ്റ് സോഷ്യോ എൻവയോൺമെൻറ്റ്. കറൻറ്റ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അതായത് കറൻ്റ്ലി സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു 3 ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ സോഷ്യൽ വാല്യൂസ്. ചേഞ്ചസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ദ സോഷ്യൽ വാല്യൂസ്, അതായത് നമ്മുടെ സോഷ്യൽ വാല്യൂസിലും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും എല്ലാം വന്ന മാറ്റങ്ങൾ. ചേഞ്ചസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചേഞ്ചിങ് റോൾ ഓഫ് ദ വുമൺ. ചേഞ്ചിങ് റോൾ ഓഫ് ദ വുമൺ, നമുക്കറിയാലോ വുമണിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേ വരികയാണ്. ഇപ്പോൾ എന്താ എൻ്റയർ ഫീൽഡിലും ആര് വരികയാണ്, ലേഡീസ്, അതല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ വുമൺ വരികയാണ്. ചേഞ്ചിങ് റോൾ ഓഫ് ദ വുമൺ. എംഫസൈസ് ഓൺ ക്വാളിറ്റി ഓഫ് ദ ഗുഡ്സ് ഇൻസ്റ്റെഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അതായത് നമ്മുടെ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ, എംഫസൈസ് ചെയ്യാതെ എന്തിലും കൂടെ ശ്രദ്ധിക്കുന്നു, ക്വാളിറ്റിയിലും കൂടെ ശ്രദ്ധിക്കുന്നു. എംഫസൈസ് ക്വാളിറ്റി ഓൺ ദ ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി. നെക്സ്റ്റ്, ഗ്രേറ്റർ റിലയൻസ് ഓൺ ഗവൺമെൻറ്. അതായത് കൂടുതലും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്തിനെ ആശ്രയിക്കുന്നു, നമ്മൾ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നു. അതായത് എല്ലാ ഒരുവിധ കാര്യങ്ങളും നമ്മൾ എന്താണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം എന്ത് ചെയ്യുന്നു, നടത്താനായിട്ട് തുടങ്ങി. അടുത്തത്, ഗ്രേറ്റർ പ്രിഫറൻസ് ഫോർ റിക്രിയേഷൻ ആക്ടിവിറ്റീസ്. ഗ്രേറ്റർ പ്രിഫറൻസ് ഫോർ റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, അതായത് കൂടുതലും നമ്മൾ റിക്രിയേഷൻ ആക്ടിവിറ്റീസിന് എന്ത് കൊടുക്കുന്നു, പ്രിഫറൻസ് കൊടുക്കുന്നു. പ്രിഫറൻസ് ഫോർ റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ, മേജർ സോഷ്യൽ പ്രോബ്ലംസ്. മേജർ സോഷ്യൽ പ്രോബ്ലംസ്, എക്സാമ്പിൾ കൺസേൺ ഫോർ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. കൺസേൺ ഫോർ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അതായത് നമ്മളെല്ലാവരും എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ആശങ്കപ്പെടുകയാണ്. കൺസേൺ ഫോർ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഡിമാൻഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ് പോളിസീസ്. ഡിമാൻഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ് പോളിസീസ്, അതായത് എന്തിനാണ് ഡിമാൻഡ്, സോഷ്യലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ് പോളിസീസ്, അതായത് അവരുടെ ബിസിനസ്സുകാരുടെ മാർക്കറ്റിംഗ് പോളിസീസ് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട പോളിസീസ് ആയിരിക്കണം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഹെഡ് ഫോർ സേഫ്റ്റി ഇൻ ഒക്യുപ്പേഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഹെഡ് ഫോർ സേഫ്റ്റി ഇൻ ഒക്യുപ്പേഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലായാലും ശരി, എന്ത് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം, ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ എന്താണ് കൂടുതൽ ബോധവാന്മാരാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഗ്രോയിങ് കൺസ്യൂമറിസം. എന്ത് വളർന്നുകൊണ്ടേ വരികയാണ്, കൺസ്യൂമറിസം വളർന്നുകൊണ്ടേ വരികയാണ്. അതായത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓൺ എ ലാർജ് സ്കെയിൽ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് നീതിക്ക് നിരക്കാത്ത അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും ട്രേഡ് പ്രാക്ടീസസ് ബിസിനസ്മാൻമാർ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും എന്താണ് ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് കൺസ്യൂമർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓൺ എ ലാർജ് സ്കെയിൽ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഇനി അതേപോലെ തന്നെ social environment in many countries is responsible for emphasizing social responsibility of business. അതായത് ഇപ്പോൾ ഏത് കൺട്രിയാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിലും അവർ കൂടുതൽ എന്താണ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. സമൂഹത്തിൻ്റെ അടുത്ത് അവർക്ക് എന്തുണ്ടായിരിക്കണം, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾ എന്താവുകയുള്ളൂ, സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. അപ്പോൾ 3 ആസ്പെക്ട്സ് ആണ് മേ ബി നോട്ടഡ് ഇൻ ദ കറന്റ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ചേഞ്ചസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ സോഷ്യൽ വാല്യൂസ് ഒക്കെ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരികയാണ്. നെക്സ്റ്റ് മേജർ സോഷ്യൽ പ്രോബ്ലംസ്, അതേപോലെ തന്നെ മൂന്നാമത്തെ ഗ്രോയിങ് കൺസ്യൂമറിസം. നെക്സ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതായത് മേജർ കൺസെപ്റ്റ്സ് ഇൻ ദ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ്
US ആൻഡ് ജപ്പാനീസ് മാനേജ്മെന്റ്, അതായത് US മാനേജ്മെന്റും ജപ്പാനീസ് മാനേജ്മെന്റും തമ്മിലൊരു കമ്പാരിസൺ. അതിന്റെ മേജർ ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണ്? മേജർ കൺസെപ്റ്റ്സ് ഇൻ ദ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് US ആൻഡ് ജപ്പാനീസ് മാനേജ്മെന്റ്. ആദ്യത്തെ കോളത്തിൽ മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഹൗ പെർസീവ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് ഈ ആദ്യത്തെ കോളത്തിൽ കൊടുത്ത കൺസെപ്റ്റ്സിനെ എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതും, രണ്ടാമത്തെ കോളത്തിൽ ഹൗ പെർസീവ്ഡ് ഇൻ ജപ്പാൻ, ജപ്പാനിൽ അത് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. ഇനി ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കമ്പനി. എന്താണ് കമ്പനി? ടീം ഇൻ സ്പോർട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ടീം ഇൻ സ്പോർട്ട്. രണ്ടാമത്തെ ഫാമിലി ഇൻ വില്ലേജ്, ഫാമിലി ഇൻ വില്ലേജ്. അതായത് കമ്പനിയെ എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പെർസീവ് ചെയ്യുന്നത്? ടീം ഇൻ സ്പോർട്ട്, അതായത് സ്പോർട്സുകളിൽ വിവിധ ടീമുകൾ ഉണ്ടായിരിക്കില്ല, ആ ടീമായിട്ടാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്. ഇനി ജപ്പാനിലോ ഫാമിലി ഇൻ വില്ലേജ്, ഫാമിലി ഇൻ വില്ലേജ്. സെക്കൻഡ് വൺ ബിസിനസ് ഗോൾ. ബിസിനസിന്റെ ഗോൾ എന്താണ്? ടു വിൻ, എന്താണ്? വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ജപ്പാനിലോ ടു സർവൈവ്, ടു സർവൈവ്. തേർഡ് വൺ എംപ്ലോയീസ്. എംപ്ലോയീസിന് എങ്ങനെയാണ്? പ്ലെയേഴ്സ് ഇൻ എ ടീം. ആദ്യമേ പറഞ്ഞുവല്ലോ സ്പോർട്ടിലെ ടീമായിട്ടാണെന്ന് പറഞ്ഞുവല്ലോ കമ്പനിയെ. അപ്പൊ എംപ്ലോയീസിനെ ടീമിലെ പ്ലെയേഴ്സ്, അതായത് ടീമിലെ കളിക്കാരായിട്ടാണ് ആരെ കൺസിഡർ ചെയ്യുന്നത്? എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നത്. എവിടെ? US-ൽ. ഇനി ജപ്പാനിലെ ചിൽഡ്രൻ ഇൻ എ ഫാമിലി, ആ ഫാമിലിയിൽ എന്താണ്? ചിൽഡ്രൻ, കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ റിലേഷൻസ്, മാനുഷിക ബന്ധങ്ങൾ എങ്ങനെയാണ്? ഹ്യൂമൻ റിലേഷൻസ് ഫങ്ഷണൽ, എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഫങ്ഷണൽ ആയിട്ടാണ്. ഇനി ജപ്പാനിലോ ഇമോഷണൽ ആയിട്ടാണ് കണക്കാക്കുന്നത്, ഇമോഷണൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടർ കോമ്പറ്റീഷൻ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. എന്താണ്? അത്രയും കീൻ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇൻ US, ബട്ട് ഇൻ ജപ്പാൻ കോപ്പറേഷൻ ഓർ സിൻ, കോപ്പറേഷൻ ഓർ സിൻ, അതായത് സഹകരണം ഓർ സിൻ. അല്ലാന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ്, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലോ സഹകരണ രീതിയിലാണ് അവര് കോമ്പറ്റീഷനെ കണക്കാക്കുന്നത്. പ്രോഫിറ്റ് മോട്ടിവേഷൻ, പ്രോഫിറ്റ് മോട്ടിവേഷൻ ബൈ ഓൾ മീൻസ്, ബൈ ഓൾ മീൻസ്, എല്ലാ മാർഗങ്ങളിലൂടെയും എന്തുണ്ടാക്കിയെടുക്കണം? പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കണം. മീൻസ് ടു എൻ എൻഡ്, ബട്ട് ഇൻ ജപ്പാൻ മീൻസ് ടു എൻ എൻഡ്. നെക്സ്റ്റ് സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. US-ൽ അത് ജോബ് പ്രൈഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ജോബ് പ്രൈഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് ഇൻ ജപ്പാൻ ഗ്രൂപ്പ് പ്രസ്റ്റീജ്, അതെന്താണ്? ആ ഗ്രൂപ്പിന്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വർക്ക് മോട്ടിവേഷൻ, അതായത് വർക്ക് ചെയ്യുന്നതിനുള്ള മോട്ടിവേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ഇൻകം, ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻഡിവിജ്വൽ ഇൻകം അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ എന്താണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അവർ എന്തായിട്ട് കണക്കാക്കുന്നത്? വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഹൗ പെർസീവ്ഡ് ഇൻ ജപ്പാൻ എന്താണ്? ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ, ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ, ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ. വർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് US-ൽ ഇൻഡിവിജ്വൽ ഇൻകം ആണ്. ഇനി ജപ്പാനിൽ അതെന്താണ്? ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ, അതായത് നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം, അതാണ് എന്ത്? വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ, ആദ്യത്തേൽ പറയുന്നത് പ്രൊഡക്ടിവിറ്റി. ഇനി ജപ്പാനിൽ പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡിലിജൻസ്, ട്രെയിനിങ് ആൻഡ് ഡിലിജൻസ്, അതായത് നമ്മുടെ ഭാഗത്ത് നിന്നും, അതായത് നമുക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം, അതേസമയം നമ്മൾ എന്തുമായിരിക്കണം? നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമവും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പേഴ്സണൽ എഫിഷ്യൻസി. ഇൻ US എഫിഷ്യൻസി, അതായത് എഫിഷ്യൻസി, പേഴ്സണൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ജപ്പാനിൽ അതെന്താണ്? അത് മെയിൻ്റനൻസ്, നിലനിർത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇനി പ്രൊമോഷൻ അക്കോർഡിംഗ് ടു എബിലിറ്റീസ്, അവർ പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? എബിലിറ്റീസിനനുസരിച്ചാണ്. ഇനി പെർസീവ്ഡ് ഇൻ ജപ്പാനിലോ ലെങ്ത് ഓഫ് സർവീസ്, ആദ്യത്തേൽ അല്ലെങ്കിൽ US-ൽ അവരുടെ കഴിവിനനുസരിച്ചാണ്, അതായത് കൂടുതൽ കഴിവുള്ള ആളുകൾക്ക് എന്താണ്? പ്രൊമോഷൻ പെട്ടെന്ന് കൊടുക്കും. ബട്ട് ഇൻ ജപ്പാൻ ലെങ്ത് ഓഫ് സർവീസ്, അവർ എത്രത്തോളം സർവീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാലാവധി എത്രത്തോളമാണ്, അതിനനുസരിച്ചാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കൊടുക്കുന്നത്? പ്രൊമോഷൻ കൊടുക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പേ,
സർവീസ് ആൻഡ് റിസൾട്ട്സ് അവാർഡ് ഫോർ പേഷ്യൻസ് ആൻഡ് സാക്രിഫൈസ്. യു എസിൽ എന്താണ് സർവീസ് ആൻഡ് റിസൾട്ട്, അവർ എത്രത്തോളം സേവനം ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, പേയ്മെന്റ് കൊടുക്കുന്നത്. ബട്ട് ഇൻ ജപ്പാൻ അവാർഡ് ഫോർ പേഷ്യൻസ് ആൻഡ് സാക്രിഫൈസ്, അവര് എത്ര പേഷ്യൻസോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെ അവര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, അതിനനുസരിച്ച് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ജപ്പാനിലും അതേപോലെ തന്നെ യു എസിലും എങ്ങനെയാണ് അവര് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു കമ്പാരറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഇന്ത്യയിലും അതേപോലെ തന്നെ ജപ്പാനിലും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ തരുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എവിടെയൊക്കെയാണ്, ഇന്ത്യയിലും അതേപോലെ തന്നെ ജപ്പാനിലും. ഫസ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തെ എന്താണ് ജപ്പാൻ, ആൻഡ് തേർഡ് ഇന്ത്യ. അങ്ങനെ 3 കോളമായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. ഇനി ജപ്പാനിൽ അത് എങ്ങനെയാണ്, എംഫസിസ് ഓൺ ഗവൺമെന്റ് by the virtues and abrogation of coercion, mutual trust between employer and employee, and acceptance of the basic goodness of human nature എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എംഫസിസ് ഓൺ ഗവൺമെന്റ് ബൈ ദ വെർച്യൂസ് ആൻഡ് അബ്രോഗേഷൻ ഓഫ് കോയേഷൻ, അവർ കൂടുതലായിട്ടും എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബൈ ദ വെർച്യൂസ് ആൻഡ് അബ്രോഗേഷൻ ഓഫ് കോയേഷൻ, അതായത് കോയേഷൻ ഒന്നും എന്താണ്, കോയേഷൻ ഈ അബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ റദ്ദാക്കൽ എന്നാണ്. അതായത് കോയേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിൽ എന്താണ്, മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. എംഫസിസ് ഓൺ ഗവൺമെന്റ് ബൈ ദ വെർച്യൂസ് ആൻഡ് അബ്രോഗേഷൻ ഓഫ് കോയേഷൻ, അതേപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അതേപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ഡെലിഗേഷൻ, ഹൈലി മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ്. ഹൈ ലെവൽ ഓഫ് ഡെലിഗേഷൻ, അവരെങ്ങനെയാണ് ഡെലിഗേഷൻ, അധികാരങ്ങൾ താഴത്തെ നിലയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവലിലാണ്. അതേപോലെ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഹൈലി മോട്ടിവേറ്റഡ് ആണ്. അതായത് ഇവിടെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇന്ത്യയിലോ പ്രിവലൻസ് ഓഫ് ഇംപേഴ്സണൽ ബ്യൂറോക്രാറ്റിക് സോഷ്യൽ റിലേഷൻസ്, അവിടെ എന്താണ് നിലനിൽക്കുന്നത്, ഇംപേഴ്സണൽ ബ്യൂറോക്രാറ്റിക് സോഷ്യൽ റിലേഷൻ, അതായത് വളരെ കർശനമായ രീതിയിലുള്ള ഒരു റിലേഷൻ ആണ്. മിസ്ട്രസ്റ്റ് ഓഫ് ഫെലോ ബീയിങ്സ് ബേസ്ഡ് ഓൺ അസംഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ ആസ് ഈവിൾ, അതായത് അവർ ഹ്യൂമണിനെ അല്ലെങ്കിൽ ഹ്യൂമണിന്റെ നേച്ചറിനെ ഒരു ഈവിൾ ആയിട്ടാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസംഷനാണ് അവർക്ക്. എന്താണ്, മിസ്ട്രസ്റ്റ് ഓഫ് ഫെലോ ബീയിങ്സ്, അവർക്ക് എന്താണ്, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരെ തന്നെ എന്തില്ല, വിശ്വാസമില്ല. അതേപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെ അവർ ഈവിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോ ലെവൽ ഓഫ് ഡെലിഗേഷൻ, അവരുടെ ഡെലിഗേഷൻ എന്താണ്, വിത്ത് കമ്പയർഡ് ടു ജപ്പാൻ എന്താണ്, വളരെ ലോ ലെവലാണ്. അതേപോലെ തന്നെ ഡിസ്സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് എന്താണ്, ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, അതായത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ജപ്പാനിൽ എന്താണ് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ എന്താണ് പറഞ്ഞത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് ആൻഡ് ഗോൾസ്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്സ് ആൻഡ് ഗോൾസ്, അതായത് വർക്കിനോടും അതേപോലെ തന്നെ ലക്ഷ്യങ്ങളോടുമുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്. ഇൻ ജപ്പാൻ ഹൈ റിസൾട്ട് ഓറിയന്റഡ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് പെർഫെക്ഷൻ ആൻഡ് ഗ്രോത്ത് ത്രൂ ഡെഡിക്കേറ്റഡ് എഫേർട്ട്, അതായത് നമ്മുടെ ഭാഗത്ത് നിന്നും വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് വേണം. അതേപോലെ തന്നെ ഹൈ റിസൾട്ട് ഓറിയന്റഡ്, നമ്മൾ ആർക്കോ എന്തോ വേണ്ടി ചെയ്താൽ പോരാ, അതിനെന്താണ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഹൈലി റിസൾട്ട് ഓറിയന്റഡ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് പെർഫെക്ഷൻ, അതും എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യണം. ആൻഡ് ഗ്രോത്ത് ത്രൂ ഡെഡിക്കേറ്റഡ് എഫേർട്സ്, എങ്ങനെ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ, നമ്മൾ എന്താണ് നമ്മുടേതായിട്ടുള്ള എന്താ പറയുക അത്രയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് എഫേർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇൻ ഇന്ത്യ ജനറൽ
and deep-seated apathy, disassociation of work from its result based on belief that the results are preordained. അതായത് ജനറൽ ആൻഡ് ഡീപ്പ് സീറ്റഡ് അപ്പത്തി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ഉന്മേഷക്കുറവാണ്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞതും എന്തുതന്നെയാണ്, നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിസോസിയേഷൻ ഓഫ് വർക്ക് ഫ്രം ഇറ്റ്സ് റിസൾട്ട് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ റിസൾട്ട്സ് ആർ പ്രീ ഓർഡിൻ. അതായത് നമ്മളിപ്പോൾ അത്ര വർക്കൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ റിസൾട്ട് എന്തായാലും ഇപ്പം ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുക. അതാണ് ഈ പ്രീ ഓർഡൈൻഡ് എന്ന് പറഞ്ഞാൽ. ടാസ്ക് ആർ പെർഫോംഡ് വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. അതായത് അവർ ടാസ്ക് എങ്ങനെയാണ്, പ്രത്യേകിച്ച് എന്താണ്, വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്, അത്ര താല്പര്യത്തോടു കൂടിയൊന്നും അല്ല അവർ ചെയ്യാം. ഡെഡിക്കേഷൻ ഓർ പ്രൈഡ്, അതേപോലെ തന്നെ ഡെഡിക്കേഷനോ അല്ലെങ്കിൽ അതിലൊരു ആത്മാഭിമാനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ എന്ത് ചെയ്യുന്നില്ല, കണ്ടെത്തുന്നില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ. ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ. ഹൈലി ഡിസിപ്ലിൻ, റെസ്പെക്ട് ഫോർ സുപ്പീരിയേഴ്സ് ആൻഡ് റെസ്പെക്ട് ഫോർ അതോറിറ്റി. എന്താണ് ഇവർ പറയുന്നത്, ഹൈലി ഡിസിപ്ലിൻഡ് ആണ്. അതേപോലെ തന്നെ റെസ്പെക്ട് ഫോർ സുപ്പീരിയേഴ്സ്, അവർ സുപ്പീരിയേഴ്സിനെ എന്ത് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഫോർ അതോറിറ്റി, അതേപോലെ തന്നെ ഓരോരുത്തരുടേതായിട്ടുള്ള അധികാര പദവി ഉണ്ടല്ലോ, ഇതിനൊക്കെ അവർക്ക് എന്താണ്, അവർ എന്താണ്, മാന്യത കൊടുക്കുന്ന വ്യക്തികളാണ്. lack of discipline at all levels, but in India lack of discipline in all level, എല്ലാ ലെവലിലും എന്താണ്, ഡിസിപ്ലിൻ കുറവാണ്. പൂവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, പൂവർ ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഗ്രൂപ്പ് ഹാർമണി. ഗ്രൂപ്പിലുള്ള ഹാർമണി, അതായത് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്. വെരി ഹൈ ബേസ്ഡ് ഓൺ ഇൻഫോർമൽ അഫിലിയേറ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. അവരെന്താണ്, ഫോർമലായിട്ടൊന്നും അല്ല, പക്ഷേ എന്താണ്, ഇൻഫോർമലായിട്ടാണ് എന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വർക്ക് എൻവയോൺമെന്റിൽ അവർ ചെയ്യുന്നത്. അത്രയും സ്നേഹവും സൗഹാർദ്ദപരവുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ബട്ട് ഇൻ ഇന്ത്യ അസംഷൻ ഓഫ് ഇനീക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. അവിടെ എന്താണ്, മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിൽ എന്താണ്, ഇനീക്വാളിറ്റി. അതേപോലെ തന്നെ നേഗിങ് സസ്പീഷൻ ഓഫ് ഫെലോ ബീങ്സ് ആൻഡ് ഹൈലി സെൽഫ് സെന്റേർഡ് ബിഹേവിയർ റിസൾട്ടിങ് ഇൻ എ ലാക്ക് ഓഫ് കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്. അവിടെ എന്താ, ടീം വർക്കേ ഇല്ല. അതേപോലെ തന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ, സഹകരണവും ഇല്ല. എന്താണ്, ഒപ്പം വർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും എന്താണ്, ഒരു സംശയാസ്പദമായ രീതിയിലും അതേപോലെ തന്നെ നാഗിങ്, കുറ്റപ്പെടുത്തുന്ന രീതിയിലുമാണ് അവര് കാണുന്നത്, ഒപ്പം വർക്ക് ചെയ്യുന്നവരെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ. എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ അവർ എങ്ങനെയുള്ള പ്രാധാന്യമാണ് കൊടുക്കുന്നത്, വെരി ഹൈ ആണ്. ബട്ട് ഇന്ത്യ ജനറലി ഇൻഡിഫറൻറ്റ് ആൻഡ് ഹൈലി ആംബിവലൻറ്റ്. അതായത് അതെന്താണ്, ഇൻഡിഫറൻ്റ് ആണ്, അതേപോലെ തന്നെ ഹൈലി ആംബിവലൻറ്റ്. അതായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിലൊരു വ്യക്തതയേ ഇല്ല. അതായത് അവരതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതാണ് ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇന്ന് പറഞ്ഞത്. ഇനി ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.